ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഹണ്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുക കേട്ടോ. വെയിലൊക്കെ തെളിഞ്ഞതുകൊണ്ട് നമ്മളൊരു ഹണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഒരു 5-5:30 ആയി കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ വെയിലത്ത് ഇറങ്ങാതിരുന്നാണേ. അപ്പോൾ ചെറിയൊരു മൂടലുണ്ടൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ റോഡ് സൈഡിൽ കൂടെ അങ്ങ് പോകും കേട്ടോ. നമ്മൾ തനിച്ചുള്ളൂ കേട്ടോ, വേറെ ആരും നമുക്ക് കൂട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കിട്ടുമോയെന്നോ ഒന്നും അറിയത്തില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്കങ്ങ് പോയി നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഞാൻ ഇങ്ങനെ പോയി നോക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴി നമുക്കൊരു ബ്ലാക്ക് കലേഡിയും കണ്ടാ നിൽക്കുന്നത്. കലേഡിയം ഒരു കലേഡിയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്. ഫസ്റ്റ് നമുക്കൊരു കലേഡിയാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ചോട്ടി കുറേ ചകിരിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു തെങ്ങിൻ്റെ തോപ്പാണ്. പറിച്ച് നോക്കട്ടെ കിട്ടുമോയെന്നേ. അയ്യോ, പൊട്ടിപ്പോകാതെ കിട്ടിയാൽ മതിയായിരുന്നു. അമ്മയെ പൊട്ടുമോ? ഇതിൻ്റെ കട പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് വേണം. ഇതിൻ്റെ ഈ വിത്തില്ലേ, ഈ വിത്തുണ്ടെങ്കിലേ നമ്മളിതും കൊണ്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കലേഡിയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനി സന്തോഷമായി മുന്നോട്ട് തന്നെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിങ്ങനെ പോവുക കേട്ടോ. പോയിന്തോറും ഒന്നും കാണുന്നില്ല. സന്ധ്യയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷമിച്ച് ഞാനിങ്ങനെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഒരു സുന്ദരി നിൽക്കുന്നത് നോക്കിക്കേ. ഇതുണ്ടോ, നല്ലൊരു കലാത്തിയൻ്റെ തൈ. ഒരു 1 2 3 4 തൈ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് വെയിൽ കൊണ്ടിട്ട്, വെയിലല്ലേ തോന്നുന്നു കേട്ടോ, അത് വാടി നിൽക്കുന്നു കേട്ടോ. ഈ പരിസരത്തൊരു വീടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ ഇവിടെ വന്നത് കേട്ടോ. നല്ലൊരു കലാത്തിയ നോക്കി, എന്തൊരു സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതെന്ന്. നല്ലൊരു കലാത്തിയ സുന്ദരി കേട്ടോ. വൈറ്റും ഗ്രീൻ സൈഡിൽ വന്നിട്ട് നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ. അപ്പോൾ ഞാൻ ആ സുന്ദരികളെ ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഒരു മാടാണേ, ഒരു മാടിൻ്റെ പുറത്താട്ടോ ഇതുള്ളത്. കണ്ടില്ലേ? പറിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടോ. എല്ലാത്തിനെയും പറിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നേ കാണിച്ചിട്ടുള്ളൂ. ഇതുണ്ടല്ലേ, ഇത് നല്ല ഭംഗിയുണ്ടാകും. പക്ഷേ വെയിൽ കൊണ്ട് വാടിയിട്ടാട്ടോ അതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് അങ്ങനെ പോകാം അല്ലേ. പോയി നോക്കാം കേട്ടോ, എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്നുള്ളത്. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഹണ്ടിങ് ഇവിടെ വെച്ച് നിർത്തും കേട്ടോ. ആരുമില്ലല്ലോ. നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ പോവുക കേട്ടോ കൂട്ടുകാരെ. സന്ധ്യയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു സുന്ദരി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ. ഇതുണ്ടോ, ഇതൊരു അലോക്കേഷ്യൻ്റെ ഒരു കുഞ്ഞ് തൈ നിൽക്കുന്നുണ്ടോ. ഇത് കണ്ടില്ലേ, തൈ നിൽക്കുന്ന ഇത് കണ്ടോ. ഇത് അലോക്കേഷ്യ കേട്ടോ. ഇച്ചിരിയേ ഉള്ളൂ, ചെറുതൊന്നാ കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ മാന്തി പറിച്ചെടുക്കട്ടെ. ഇതിനിങ്ങനെ എന്താണെന്നറിയാമോ, ഇതിൻ്റെ വേര് പൊട്ടിപ്പോയാൽ പോയി കേട്ടോ. അയ്യോ, കണ്ടോ. അപ്പം നമുക്ക് ഇന്ന് 3 സുന്ദരികളെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും 1-2 എണ്ണത്തിനെ കൂടെ എടുക്കാനൊക്കെ പറ്റുമായിരിക്കും, സന്ധ്യയാവാനായേ. അയ്യോ, നോക്കിക്കുക, ഒരു പറവ പറക്കുന്ന കണ്ടോ. ഞാനിതാ ഇങ്ങനെ ഈ ഒരു കലാത്തിയനെ കണ്ടിട്ട് വന്നതാട്ടോ. ഇത് കണ്ടില്ലേ, ഒരു പറവയല്ല പൂമ്പാറ്റ പറക്കുന്നത് കണ്ടില്ലേ. നോക്കി എന്ത് രസമാണ് നോക്കിയായിട്ട് പറക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പറവനെ നോക്കിയിരിക്കണ്ട. ഇത് കണ്ടോ, നമ്മുടെ കലാത്തിയ സുന്ദരി. ഇതിന് വീടുള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. അവരുടെ വീട്ടിൽ നിന്നൊക്കെ വന്ന് വീണ് കിളുത്തതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ സുന്ദരിക്കുട്ടീനെ ഇവിടുന്ന് പറിക്കട്ടെ. കിട്ടാനായിട്ട് പണിയാട്ടോ രമേ. കണ്ടില്ലേ, വീടുക്കത്തിയാട്ടോ. അപ്പുറത്ത് വേറൊരു സുന്ദരിയും കൂടി നിൽക്കുന്നുണ്ട്, അതിനേക്കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു ഹണ്ടിങ് കേട്ടോ. ചെറിയൊരു ഹണ്ടിങ്, അധികം പറിക്കാൻ പോലൊന്നും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് ഇവിടുന്ന് മാന്തി പറിച്ചെടുക്കാം കേട്ടോ. ഞാൻ കത്തി ഇങ്ങനത്തെ ഒന്നും എടുത്തില്ല, കൈ മാത്രമാണ്, കൈ വെച്ചിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ 2 പേരെയും കിട്ടി. കലാത്തിയനെയും കിട്ടി. കണ്ടില്ലേ, ഈ ഒരു ചെറിയ കഷ്ണം വീണുപോയി കണ്ടോ. നമ്മുടെ കലാത്തിയനും കിട്ടി. നമ്മുടെ ഈ എന്താ ഇതിനൊരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി.
റബ്ബർ പ്ലാന്റ് അല്ല, വേറെ എന്തൊരു പേരുണ്ട് കേട്ടോ അതിന്. അതും ആ 2 തൈയും കിട്ടി കേട്ടോ. അപ്പം നമുക്കിന്ന് 5 അല്ല 5 പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാ കൂട്ടുകാരെ, നമ്മുടെ ബിഗോണിയ നിൽക്കുന്ന നോക്കിക്കേ. ഗ്രീനും വൈറ്റും കൂടി ഒരു സുന്ദരി ബിഗോണിയയുടെ ഒരു കുഞ്ഞ് തയ്യാണുള്ളൂ കേട്ടോ. ഒരു ചെറിയ തയ്യാണ്. അയ്യോ, ഇത് കണ്ടോ, ഇതും കിട്ടി. പിന്നെ നമ്മുടെ ഈ ഒരു ചെടിയുണ്ട് കേട്ടോ. അത് കണ്ടോ, ഈ പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഇതും ബിഗോണിയൻ്റെ തന്നെ വേറൊരു ചെടിയാണ് കേട്ടോ. പക്ഷേ കണ്ടില്ലേ, ഇതിൻ്റെ പൂ കണ്ടോ, ഇത് കണ്ടില്ലേ, നല്ല സുന്ദരി പൂവല്ലേ നോക്കിക്കേ. പക്ഷേ ഇതിനെ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ എന്താ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വളർത്തൽ കുറവാണ് കേട്ടോ. അതാ അപ്പുറത്ത് ഇതുണ്ടല്ലോ, ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ, ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ അതിലെ അങ്ങോട്ട് പോയി നോക്കട്ടെ. അവിടെ ഒരു കലാത്തിയേൻ്റെ ഒരു തൈ അവിടെ നിൽക്കുന്ന ഞാൻ ഇവിടുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ പോയി നോക്കാം. വണ്ടി വരുന്നുണ്ട്, റോഡ് സൈഡല്ലേ, വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. കണ്ടോ, നിൽക്കുന്നത് കണ്ടോ, ഇത് കുറച്ച് വലുതാണ് കേട്ടോ. ഇതാ, അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഞാനിത് ഈ പറിച്ച പ്ലാന്റ്സൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. അയ്യോ, നല്ല സുന്ദരിയാട്ടോ. ഇതിനെ നമുക്ക് മൊത്തത്തിൽ പറിച്ചെടുക്കാവേ. ഈ വണ്ടീൻ്റെ സൗണ്ടാട്ടോ, മൊത്തം നമുക്ക് പറിച്ചെടുക്കാം. അമ്മേ, പോകാതെ പറിച്ചെടുക്കണം. കണ്ടില്ലേ, എന്തൊരു മനോഹരിയായിട്ടാണ് ഇത് നിൽക്കുന്നത് നോക്കിക്കേ. നല്ല സുന്ദരിയല്ലേ നോക്കിക്കേ, കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ ഹണ്ടിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കൂട്ടുകാരെ. നല്ല ഇരുടായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സുന്ദരി കലാത്തി നോക്കി എത്ര വലുതാണെന്നുണ്ടോ. അപ്പോൾ ഈ ഒരു കലാത്തി കിട്ടി. പിന്നെ നമുക്ക് ഈ ഒരു ബിഗോണിയ കിട്ടി. പിന്നെ നമുക്ക് ഈ ഒരു കലാത്തി കിട്ടി. അയ്യോ, വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ചാടിപ്പോയോ നോക്കട്ടെ. അപ്പോൾ ഇത് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്ലാന്റ് കിട്ടി. കണ്ട, എന്താ സുന്ദരിയില്ലേ. ഇത് 2-3 ചുവടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല എന്താ മഞ്ഞളീൻ്റെ കിഴങ്ങ് പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ അലോക്കേഷ്യൻ്റെ ഈ ഒരു വെറൈറ്റി കണ്ടില്ലേ. ഇതും ഉണ്ട് കേട്ടോ, 2-3 തൈയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കണ്ടിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ കൂട്ടുകാരെ. ഇതെന്താണെന്നറിയാമോ, ഈ വഴിയാണ് ഇപ്പം വണ്ടികൾ പോകുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഒത്തിരിയായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുമില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഹണ്ടിങ് ഇവിടെ പൂർത്തിയാകുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ മുറ്റത്തുള്ള ചെടിയാട്ടോ. എന്ത് സുന്ദരിയാന്ന് നോക്കിയേ. ഇതൊക്കെ വേണേൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നാളെ കാണാം. ബൈ ബൈ.